ആ സ്കാനിങ് റിപ്പോർട്ട് ഇട്ടും വൈകിട്ടാവും. കിട്ടുമ്പോൾ ഞാൻ തന്നെ വിളിക്കാം. ഞാൻ ദേ പുറത്തോട്ട് ഇറങ്ങിയത്. ശരി ശരി. ചേട്ടാ വിത്തൗട്ട് ചായ. ഹലോ, മനസ്സിലായോ? സോറി ചേട്ടാ, ഇത് വർക്ക് ആവൂല. അതിര എൻ്റെ സൈഡിൽ നിന്ന് കേൾക്കാവോ? എൻ്റെ 18ാമത്തെ വയസ്സിൽ ചെയ്തുകൊണ്ടിരുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ടാണ് ഞാൻ അബുദാബിക്ക് പോയത്. അച്ഛനൊരു 13 ലക്ഷത്തിൻ്റെ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തീർത്ത് തിരിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം പ്രളയം വന്ന് ഉണ്ടായിരുന്ന വീട് ഒലിച്ചു പോയി. പിന്നെ 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ഓർത്തിട്ടാണ്. 2 വർഷം കഴിഞ്ഞ് കോവിഡും വന്ന് ഉണ്ടായിരുന്ന ജോലിയും പോയി. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? കേക്ക് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞൊരു കേക്ക് ഷോപ്പ് തുടങ്ങി. അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അമ്മയ്ക്ക് വയ്യാണ്ടായത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാന്നുള്ള പേടിയുണ്ടാന്ന് തോന്നുന്നു. എന്നെ കൊണ്ടിപ്പം നാട് മൊത്തം നടന്ന് പെണ്ണ് കാണിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരാളുടെ ശാരീരികാവസ്ഥ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ കല്യാണം എന്ന് പറയുന്നത്. അതിര പറഞ്ഞത് കറക്റ്റാ, ലൈഫിൻ്റെ കാര്യമാണ്. ഇനി ചേട്ടാ എൻ്റെ കാര്യം കൂടെ കേക്ക്. എനിക്കൊരാളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഞങ്ങൾ 2 കാസ്റ്റ് ആയതുകൊണ്ട് വീട്ടിൽ സമ്മതിക്കാത്തതാ. നാളെ പുള്ളി വന്ന് വിളിച്ചാൽ എനിക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഒരാളുമായിട്ട് നിങ്ങൾക്കൊരു കല്യാണം വേണോ? ഇല്ല, ഒരിക്കലും വേണ്ട. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് ഒരു നോവൽ വിളിച്ച് പറഞ്ഞേക്കാം. ചായ തണുത്തു. മറ്റേ കാര്യം എന്തേ? എന്ത് കാര്യം? അല്ല, ആ പുള്ളി വന്നു. അത് സീനായിടോ. അത് പറ്റി? അവൻ എന്നായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടിലറിയാലോ, ഭയങ്കര പ്രഷറാണ്. ഇതെല്ലാം കൂടി ആയിട്ട് ഞാൻ ഒരു സമയം വീട്ടിൽ കയറി ചെന്നു. അപ്പം അവൻ്റെ അമ്മ അവിടെ കപ്പലണ്ടിയും കുറിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അവസ്ഥ കേട്ടതും അവരെ കപ്പലണ്ടി നിറയെ കയറി ശ്വാസം മുട്ടി നിലത്ത് തലയും കുത്തി വീഴും. അവരെയും കൊണ്ട് പെറുക്കിയെടുത്തത് അവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കും. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസം. വധശ്രമത്തിന് കേസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവരെ ചെലവൊക്കെ ഇപ്പം ഞാനാ നോക്ക്. അല്ല, മറ്റേ ബോയ് ഫ്രണ്ട് അവൻ്റെ അമ്മേനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് അവനല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തേ. ഇവൻ്റെ കൂടെയൊക്കെ ഞാൻ എങ്ങനെ ജീവിക്കും? അല്ല, നിങ്ങളെന്താ ഇവിടെ?